Hello friends, it's me Ansi and welcome back to my channel. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തൊരു കുട്ടി ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റമാണ് കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. ഓൾറെഡി അനാട്ടമി ഫിസിയോളജി പറഞ്ഞു, ഡയഗ്നോസ്റ്റിക് ഇഷ്യൂസ് കഴിഞ്ഞു. അപ്പോൾ ഡിസോർഡേഴ്സ് 1-2 ഡിസോർഡേഴ്സ് ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒന്നും തന്നെ ഒരുപാട് പോയിന്റ്സ് പറയാനുണ്ട്. അപ്പോൾ വീഡിയോ ഒത്തിരി ലെങ്തായി പോകുന്നു. അപ്പോൾ ഞാൻ കരുതി 1-2 ഡിസോർഡർ വീതം ഓരോ വീഡിയോയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഡിസോർഡേഴ്സ് തൊട്ട് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ വീഡിയോ അവസാനം വരെ എല്ലാവരും കാണാം. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സിന് വേണ്ടിയൊക്കെ ഷെയർ ചെയ്ത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹലോ ഫ്രണ്ട്സ്, സെൻട്രൽ നെർവസ് സിസ്റ്റം ഡിസോർഡേഴ്സാണ് നോക്കാൻ പോകുന്നത്. ഓൾറെഡി സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ഡയഗ്നോസ്റ്റിക് മെഷേഴ്സും അനാട്ടമി ആൻഡ് ഫിസിയോളജിയും ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് സെൻട്രൽ നെർവസ് സിസ്റ്റം ഡിസോർഡർ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പറയുന്ന കണ്ടീഷൻ ഇൻക്രീസ്ഡ് ICP ആണ്, അതായത് ഇൻക്രീസ്ഡ് ഇൻട്രാക്രേനിയൽ പ്രഷർ. നമ്മുടെ CSF കമ്പാർട്ട്മെൻറ്റിനകത്തൊരുള്ള ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സിനാണ് ICP. അപ്പോൾ ആ ICPക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകും. നോർമൽ ICP എന്ന് പറയുന്നത് 5 to 15 mmHg ആണ്. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടാവുമ്പോഴാണ് എന്ത് പറയുന്നത്, ഇൻക്രീസ്ഡ് ഇൻട്രാക്രേനിയൽ പ്രഷർ. നമ്മൾ ICP പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു തിയറിയാണ് മോൺറോ-കെല്ലിസ് ഹൈപ്പോത്തസിസ്. ഈ മോൺറോ-കെല്ലിസ് ഹൈപ്പോത്തസിസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ, അതായത് ക്രേനിയൽ ക്യാവിറ്റി എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ക്യാവിറ്റിയാണ്. ആലോചിക്കും, നമ്മുടെ ക്ലോസ്ഡ് ക്യാവിറ്റിയാണ് ക്രേനിയൽ ക്യാവിറ്റി. അതിനകത്ത് എന്തൊക്കെയുണ്ട്? ബ്രെയിൻ ടിഷ്യൂ ഒരു 1.4 kg ഉണ്ട്, ബ്ലഡ് ഒരു 75 ml ഉണ്ട്, CSF 75 ml ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വോളിയം കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചേക്കുവാണ്. അപ്പോൾ ഇതിലൊന്നിനും കൂടാനോ കുറയാനോ പറ്റത്തില്ല. എങ്കിൽ നമ്മുടെ അവിടെ ക്ലോസ്ഡ് ക്യാവിറ്റി ആയതുകൊണ്ട് അതിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും. അതായത് ഇൻ കേസ് നമ്മുടെ CSFൻ്റെ അളവ് കൂടുവാണ്, അതായത് ഒരു കമ്പോണൻറ്റിൻ്റെ അളവ് കൂടുവാണെങ്കിൽ എന്ത് ചെയ്യും? മറ്റൊരു കമ്പോണൻറ്റ് നമ്മുടെ ക്രേനിയത്തിൽ നിന്ന് എക്സ്പെല്ലായിപ്പോവും. മനസ്സിലായോ? ഒരു കമ്പോണൻറ്റ് കൂടുവാണെങ്കിൽ മറ്റൊരു കമ്പോണൻറ്റ് എക്സ്പെല്ലായിപ്പോവും. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ബ്രെയിൻ ടിഷ്യൂ കൂടുവാണെങ്കിൽ CSF കുറയും, CSF കൂടുവാണെങ്കിൽ ബ്രെയിൻ ടിഷ്യൂ കംപ്രസ് ആവും. അങ്ങനെ കുറച്ച് ചേഞ്ചസ് വരുത്തിയാണ് അവർ പരസ്പരം ഒരു സഹകരണ സംഘം പോലെ ബ്രെയിനകത്ത്, അതായത് ക്രേനിയൽ ക്യാവിറ്റിക്കകത്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ICP ഒക്കെ കൂടുമ്പോഴത്തേക്കും ബ്രെയിൻ ടിഷ്യൂ ഹെർണിയേഷൻ ഒക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അതൊക്കെ ഉണ്ടാവുന്നത് ഈ ഒരു ക്രേനിയൽ ക്യാവിറ്റി ക്ലോസ്ഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് പറയുന്നതിനെയാണ് മോൺറോ-കെല്ലി ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ക്യാവിറ്റിയാണ്, അതിനകത്ത് ബ്രെയിനും CSFും ബ്ലഡും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുകയാണ്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു കമ്പോണൻ്റ് ഒരു ചേഞ്ചസ് ഉണ്ടായാൽ മറ്റേ കമ്പോണൻ്റ് ബ്രെയിനിൽ നിന്ന്, അതായത് ക്രേനിയത്തിൽ നിന്ന് എക്സ്പെൽ ആവും, അതായത് ഹെർണിയേഷനൊക്കെ സംഭവിക്കും. അതാണ് മോൺറോ-കെല്ലി ഹൈപ്പോത്തസിസ് പറയുന്നത്. നോർമൽ ICP ഞാൻ പറഞ്ഞു 5 to 15 mmHg ആണ്. ഇനി സെർബ്രൽ പെർഫ്യൂഷൻ പ്രഷറുണ്ട്, CPP ഈസ് ഈക്വൽ ടു മാപ്പ്, അതായത് മീൻ ആർട്ടീരിയൽ പ്രഷർ മൈനസ് ഇൻട്രാക്രേനിയൽ പ്രഷറാണ്. നോർമൽ CPP, അതായത് സെർബ്രൽ പെർഫ്യൂഷൻ പ്രഷർ എന്ന് പറയുന്നത് 70 തൊട്ട് 100 mmHg ആണ്. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കട്ടെ, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിവിടെ ആഡ് ചെയ്തത്. സെർബ്രൽ പെർഫ്യൂഷൻ പ്രഷർ CPP ഈസ് ഈക്വൽ ടു മാപ്പ് മൈനസ് ICP. മാപ്പ് എന്ന് പറഞ്ഞാൽ മീൻ ആർട്ടീരിയൽ പ്രഷറും ICP എന്ന് പറയുന്നത് ഇൻട്രാക്രേനിയൽ പ്രഷറുമാണ്. ICP കൂടാനുള്ള മെയിനായിട്ടുള്ള റീസൺസ് മേ ബി ഹെഡ് ഇഞ്ചുറി, പിന്നെ ബ്രെയിൻ ട്യൂമർ, ഇൻട്രാക്രേനിയൽ ഹെമറേജ്, CVA, സീഷർ, മെനിഞ്ചൈറ്റിസ്, എൻസെഫലൈറ്റിസ്. ഇങ്ങനെയുള്ള ചില റീസൺ കൊണ്ടായിരിക്കും നമ്മുടെ ഇൻട്രാക്രേനിയൽ പ്രഷർ ഇൻക്രീസ് ആവുന്നത്. ഓക്കെ, ഇനി അടുത്ത് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സയൻസ് ആൻഡ് സിംറ്റംസ് പറയുമ്പോൾ ഏർലി ഫൈൻഡിങ് ആണ് റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, ഇറിറ്റബിലിറ്റി, ലെതാർജി. അതായത് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, സീഷർ, ഒമിറ്റിംഗ്, പിന്നെ ഇറിറ്റബിലിറ്റി, ലെതാർജി, ഇതൊക്കെയാണ് ആദ്യം കാണുന്ന സിംറ്റംസ്. ICPയുടെ ഫസ്റ്റ് സൈനാണ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ചേഞ്ച് ആവുന്നു അല്ലെങ്കിൽ റെഡ്യൂസ് ആവുന്നു. അതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി ഹെഡേക്ക് ഉണ്ടാവാം, മോർണിംഗിൽ ഹെഡേക്ക് വേഴ്സ് ആവും, പ്രൊജക്റ്റൽ ഒമിറ്റിംഗ് ഉണ്ടാവും. പിന്നെ ഒക്കുലർ മാനിഫെസ്റ്റേഷൻ, ഇപ്സിലാറ്ററൽ ഡയലേഷൻ ഓഫ് പീപ്പിൾ ഓൺ ദ സൈഡ് ഓഫ് ലീഷൻ. ഇപ്സിലാറ്ററൽ ഡയലേഷനൊക്കെ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ടോസിസ്, പാപ്പിലെഡിമ, എഡുമാറ്റസ്, ഒപ്റ്റിക് ഡെസ്ക്, ഇതൊക്കെ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ് കേട്ടോ. ഓൾറെഡി അനാട്ടമിയിലും ഡയഗ്നോസ്റ്റിക് മെഷേഴ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല.
അടുത്ത നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് കൂഷിങ്സ് ട്രയാഡ്. ICP നമ്മൾ കാണുന്ന ഒരു ട്രയാഡാണ് കൂഷിങ്സ് ട്രയാഡ്. അതിലെന്തൊക്കെയാണ് വരുന്നത്? സിസ്റ്റോളിക് ഹൈപ്പർ ടെൻഷൻ വിത്ത് വൈഡ് പൾസ് പ്രഷർ, ബ്രാഡികാർഡിയ, ഇറഗുലർ റെസ്പിറേഷൻ. കോമൺലി ബ്രാഡിപ്നിയാണ് വരുന്നത് കേട്ടോ. സിസ്റ്റോളിക് ഹൈപ്പർ ടെൻഷൻ, ബ്രാഡികാർഡിയ, ബ്രാഡിപ്നിയും കൂടെ പറയുന്നതാണ് കൂഷിൻ ട്രയാഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? കൂഷിൻ ട്രയാഡ് മാറിപ്പോയത് ബ്രാഡികാർഡിയ, ബ്രാഡിപ്നിയ, സിസ്റ്റോളിക് ഹൈപ്പർ ടെൻഷൻ വിത്ത് വൈഡ് ആൻഡ് പൾസ് പ്രഷർ. ചിലപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു സെൻറ്റൻസ് എടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് മോട്ടോ സിംറ്റംസ്. ഹെമിപ്ലീജിയ ഉണ്ട്, ഹെമിപാരസിസ് ഉണ്ട്. ഹെമിപ്ലീജിയ, ഹെമിപാരസിസ് നമ്മുടെ ഡിഫറൻസ് അറിയാലോ. ഹെമിപ്ലീജിയ എന്ന് പറയുമ്പോൾ സിവിയർ ആൻഡ് കംപ്ലീറ്റ് മസിൽ വീക്ക്നെസ് ആണ് പാർഷ്യൽ സൈഡ്. ഹെമിപാരസിസ് എന്ന് പറയുമ്പോൾ ഒരു മൈൽഡ് പാർഷ്യൽ വീക്ക്നെസ് ആയിരിക്കും. സിവിയർ ഫോം ഹെമിപ്ലീജിയയും അതിൻ്റെ ഒരു മൈൽഡ് അല്ലെങ്കിൽ പാർഷ്യൽ വീക്ക്നെസ് ഒക്കെ വരുന്നതാണ് ഹെമിപാരസിസ്. ഓക്കെ, പിന്നെ ഡീകോർട്ടിക്കേറ്റ് ആൻഡ് ഡീസെറിബ്രേറ്റ് പോസ്റ്ററിങ്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഡയഗ്നോസ്റ്റിക് മെഷേഴ്സിൽ, അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അത്രയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് കോംപ്ലിക്കേഷൻസ്. കോംപ്ലിക്കേഷൻസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3-4 കോംപ്ലിക്കേഷൻസ് ഉണ്ട്. സിൻഡ്രോം ഓഫ് ഇൻഅപ്രോപ്രിയേറ്റിക് ആൻറ്റി ഡയററ്റിക് ഹോർമോൺ. നമ്മുടെ ADHൻ്റെ ഡെഫിഷ്യൻസി കാരണം സിൻഡ്രോം ഓഫ് SADH ഉണ്ടാവുന്നു. പിന്നെ ഡയബറ്റിക് ഇൻസിപ്പിഡസ്. ഡയബറ്റിക് ഇൻസിപ്പിഡസ് എന്തുവാണ്? ADHൻ്റെ ഇൻക്രീസ് കാരണം ഉണ്ടാവുന്നത്, ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നത്. അതുപോലെ ഹെർണിയേഷൻ. ഹെർണിയേഷൻ ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? നമ്മുടെ മോൺട്രോ-ഹെല്ലി ഹൈപ്പോത്തസിസ് പറയുന്നതനുസരിച്ച് ഒരു കമ്പോണൻറ്റ് ഇൻക്രീസ് ആകുമ്പോൾ എന്ത് ചെയ്യും? മറ്റേ കമ്പോണൻറ്റ് എക്സ്പെൽഷൻ, അതായത് ഹെർണിയേഷൻ ഉണ്ടാകുന്നു. ഇനി നമ്മൾ മാനേജ്മെൻറ്റ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഡയഗ്നോസിസ് CT ചെയ്ത് നോക്കാം, MRI ചെയ്ത് നോക്കാം, പിന്നെ സ്പൈനൽ ടാപ്പ് ICP മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പൈനൽ ടാപ്പിംഗ്, അതായത് ലംബാർ പഞ്ചറൊക്കെ ചെയ്ത് നോക്കാം. അങ്ങനെ ഡയഗ്നോസ് ചെയ്യാം. ഇനി മാനേജ്മെൻറ്റ് ഫസ്റ്റ് നമ്മൾ പൊസിഷൻ ചെയ്യാം, അതായത് എലിവേറ്റ് ഹെഡ് എൻഡ് ഓഫ് ബെഡ് ബൈ 30 ഡിഗ്രി. നമ്മുടെ നെക്ക് ഒരു ന്യൂട്രൽ പൊസിഷനിൽ വെക്കുക. നെക്സ്റ്റ് ICP മോണിറ്ററിങ് ചെയ്യും. ICP മോണിറ്ററിങ് ചെയ്യാൻ നമുക്ക് 2 മെത്തേഡ്സ് ഉപയോഗിക്കാം. വെൻട്രിക്കുലോസ്റ്റമി ആൻഡ് സബ് അരക്കിനോയിഡ് ബോൾട്ട്. അത് ഓർത്തിരിക്കുക, വെൻട്രിക്കുലോസ്റ്റമി. വെൻട്രിക്കുലോസ്റ്റമി എന്ന് പറയുമ്പോൾ നമ്മുടെ കത്തീറ്റർ ലാറ്ററൽ വെൻട്രിക്കുലോട്ട് ഇട്ടിട്ട് നമ്മൾ ICP മോണിറ്റർ ചെയ്യും. സെക്കൻഡ് വണ്ണാണ് സബ് അരക്കിനോയിഡ് ബോൾട്ട്, അതായത് സബ് അരക്കിനോയിഡ് സ്പേസിലോട്ട് ഒരു കത്തീറ്റർ ഇൻസേർട്ട് ചെയ്തിട്ട് അസസ് ചെയ്യും. ICP മോണിറ്റർ ചെയ്യുന്ന 2 മെത്തേഡ് ഏതാണ്? വെൻട്രിക്കുലോസ്റ്റമി ആൻഡ് സബ് അരക്കിനോയിഡ് ബോൾട്ട്. ഇനി മെഡിക്കേഷൻ. ഫസ്റ്റ് വൺ ഓസ്മോട്ടിക് ഡയററ്റിക്സ്. നമ്മൾ ഹോസ്പിറ്റലിൽ ഡേ ടു ഡേ കണ്ടുവരുന്നതാണ് മാനിറ്റോൾ ആൻഡ് ഓറൽ ഗ്ലിസറിൻ. പിന്നെ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് കൊടുക്കുക, എന്തിനു വേണ്ടിയിട്ട്? ഫ്ലൂയിഡ് റെസ്ട്രിക്ഷനും അതുപോലെ തന്നെ ഹൈപ്പർ തെർമിയൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ബാർബിച്ചുറേറ്റ്, അതെന്തിനു വേണ്ടിയിട്ടാണ്? സെല്ലുലാർ മെറ്റബോളിക് ഡിമാൻഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഹൈപ്പർട്ടോണിക് സലൈൻ, ആൻറ്റി സീഷ്യർ മെഡിസിൻസ്, സീഷ്യറൊക്കെ കുറയ്ക്കാൻ വേണ്ടി. ഇങ്ങനെയുള്ള സപ്പോർട്ടീവ് മാനേജ്മെൻറ്റാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് വൺ ഓസ്മോട്ടിക് ഡയററ്റിക്സ് കൊടുക്കും, പിന്നെ സപ്പോർട്ടീവ് മാനേജ്മെൻറ്റ് ആൻറ്റി കൺവൾസൻ, ആൻറ്റി പൈററ്റിക്, ആൻറ്റി ഹൈപ്പർടെൻസീവ്സ് കൊടുക്കും, പിന്നെ സ്റ്റീറോയിഡ്സ് കൊടുക്കും. ഇനി അത് കഴിഞ്ഞുള്ള ഒരു ന്യൂറോ പ്രൊട്ടക്റ്റീവാണ് നിംലോഡിപ്പിൻ. ഞാനിതിൽ എഴുതിയിട്ടില്ല എന്ന് തോന്നല്ലേ, എഴുതിയിട്ടില്ല. ഒരു ന്യൂറോ പ്രൊട്ടക്റ്റീവ് നമ്മൾ കൊടുക്കും, നിംലോഡിപ്പിൻ. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞത് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയാം. നമ്മുടെ ഇൻട്രാക്രേനിയൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു, അതാണ് ഇൻക്രീസ്ഡ് ICP. ബ്രെയിൻ ഇഞ്ചുറി, ഇൻട്രാക്രേനിയൽ സ്പേസ് ഒക്കുപ്പൈൻ ലീഷൻ, അതായത് ബ്രെയിൻ ട്യൂമർ, ഇൻട്രാക്രേനിയൽ ഹെമറേജ്, മെനിഞ്ചൈറ്റിസ്, എൻസെഫലൈറ്റിസ്, CVA, സീഷർ, ഇതൊക്കെ കാരണമായിരിക്കും നമ്മുടെ ICP ഇൻക്രീസ് ആവുന്നത്. പിന്നെ മോൺട്രോ-ഹെല്ലി ഹൈപ്പോത്തസിസ് പറഞ്ഞു. പിന്നെ ക്ലോസ്ഡ് ബ്രെയിൻ ക്യാവിറ്റി വിച്ച് കണ്ടെയ്ൻ ബ്രെയിൻ, CSF ആൻഡ് ബ്ലഡ്. ഇൻക്രീസ് ഇൻ വൺ കമ്പോണൻറ്റ് ലീഡ്സ് ടു എക്സ്പെൽഷൻ ഓഫ് അതർ കമ്പോണൻറ്റ്സ് ഫ്രം ക്രൈനിയം, അതായത് ഹെർണിയേഷൻ ഉണ്ടാവുന്നു. ഏർലി ഫൈൻഡിങ്സ് എന്ന് പറയുമ്പോൾ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ആണ് മാനിഫെസ്റ്റേഷൻ. പിന്നെ ഹെഡേക്ക് ഉണ്ടാവാം, പ്രൊജക്റ്റൈൽ വൊമിറ്റിംഗ്, പാപ്പിലെഡിമ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ കൂഷിൻ ട്രയാഡ്, അതായത് സിസ്റ്റോളിക് ഹൈപ്പർ ടെൻഷൻ, ബ്രാഡികാർഡിയ, ബ്രാഡിപ്നിയ. ഈ ഡയഗ്നോസിസ് CT ചെയ്യാം, MRI ചെയ്യാം, സ്പൈനൽ ടാപ്പ് ചെയ്യാം. പിന്നെ മാനേജ്മെൻറ്റ് ഓസ്മോട്ടിക് ഡയററ്റിക്സ് കൊടുക്കാം, സപ്പോർട്ടീവ് മാനേജ്മെൻറ്റായിട്ട് ആൻറ്റി കൺവൾസൻ, ആൻറ്റി പൈററ്റിക്, ആൻറ്റി ഹൈപ്പർടെൻസി, കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്. പിന്നെ ഒരു ന്യൂറോ പ്രൊട്ടക്റ്റീവ് നമ്മൾ കൊടുക്കും, അതായത് നിംലോഡിപ്പിൻ. ഓക്കെ, ഇനി അടുത്ത് പറയാനുള്ളത്, പിന്നെ നമ്മൾ CSF ഡ്രെയിനേജ് ചെയ്യും, വെൻട്രിക്കുലർ കത്തീറ്റർ വെച്ചിട്ട് CSF ഡ്രെയിൻ ചെയ്യും. പിന്നെ തെറാപ്യൂട്ടിക് ഹൈപ്പർ വെൻറ്റിലേഷൻ നമ്മൾ കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ PaO2 മെയിൻറ്റെയിൻ ചെയ്യും, മോർ ദാൻ 100
100 ആക്കി വെക്കും. അതുപോലെ തന്നെ സി പി പിയുടെ നോർമൽ വാല്യൂ ഞാൻ ഇപ്പോഴത്തെ പറഞ്ഞായിരുന്നു. സി പി പി 70 തൊട്ട് 100 വരെ. അപ്പോൾ സി പി പിയുടെ ലെവൽ മോർ ദാൻ 60 ആക്കി വെക്കും. അതിനെയാണ് തെറാപ്യൂട്ടിക് ഹൈപ്പർ വെൻറ്റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സി പി പിയും PaO2 മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് തെറാപ്യൂട്ടിക് ഹൈപ്പർ വെൻറ്റിലേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇപ്പോൾ ട്യൂമറൊക്കെയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് കാരണമാണ് ICP കൂടിയെങ്കിൽ നമ്മളത് സർജറി നമ്മൾ സജസ്റ്റ് ചെയ്യും. ഇൻട്രാക്രേനിയൽ സർജറീസ് അതിൻ്റെ ഫസ്റ്റ് ഒരു അപ്രോച്ചാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നുള്ളൂ. ട്രാൻസ്പീനോയിഡ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ നോസ് മൗത്ത് വഴിയിട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സർജറി ചെയ്യുന്നു. ഇപ്പോൾ പിറ്റ്യൂട്ടറി ട്യൂമേഴ്സ് കാരണമാണ് ICP കൂടിയതാണെങ്കിൽ ഇങ്ങനെ ഒരു അപ്രോച്ചാണ് നമ്മൾ ചെയ്യുക. ട്രാൻസ്പീനോയിഡ് അപ്രോച്ച് ചെയ്യും. ഇനി ട്രാൻസ്പീനോയിഡ് സർജറി കഴിഞ്ഞിട്ട് ഇൻട്രാക്രേനിയൽ സർജറി കഴിഞ്ഞിട്ട് നമ്മുടെ ടെൻഡോറിയത്തിന് താഴെയാണെങ്കിൽ നമ്മൾ സുപ്പീൻ പൊസിഷൻ കൊടുക്കും പോസ്റ്റ് ഓപ്പറേറ്റീവിൽ. ടെൻഡോറിയത്തിന് മുകളിലാണെങ്കിൽ അതായത് സുപ്രാ ടെൻഡോറിയലാണെങ്കിൽ നമ്മൾ സെമി ഫോളേഴ്സ് പൊസിഷൻ കൊടുക്കും. നമ്മൾ ചെയ്യുന്ന സർജറി ടെൻഡോറിയത്തിന് താഴെയാണെങ്കിൽ സുപ്പൈൻ പൊസിഷന്, ടെൻഡോറിയത്തിന് മുകളിലാണെങ്കിൽ സെമി ഫോളേഴ്സ് പൊസിഷനും കൊടുക്കും. ഈ ടെൻഡോറിയൊക്കെ ഞാൻ ഓൾറെഡി അനാട്ടമി ആൻഡ് ഫിസിയോളജി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നഴ്സിംഗ് മാനേജ്മെൻറ്റ് വൈറ്റൽ സൈൻസ് മോണിറ്റർ ചെയ്യുക, GCS മോണിറ്റർ ചെയ്യുക. പൊസിഷൻ നമ്മൾ ഏത് പൊസിഷനാണ് കൊടുക്കുന്നത്? ഹൈപ്പർ റിഫ്ലക്ഷൻ. നെക്കാണെങ്കിൽ ന്യൂട്രൽ പൊസിഷൻ തന്നെ വെക്കണം. നമ്മൾ ഹൈപ്പർ ഫ്ലെക്ഷനൊക്കെ അവോയ്ഡ് ചെയ്യണം. അതായത് ന്യൂട്രൽ നെക്ക് പൊസിഷൻ വേണം കൊടുക്കാൻ. പിന്നെ നമ്മുടെ ICP ഇൻക്രീസ് ചെയ്യുന്ന ആക്ടിവിറ്റി, അതായത് ഫ്രീക്വൻറ്റ് സക്ഷനിങ്, കഫിങ്, അതുപോലെ തന്നെ വാൽസൽവ മാനുവർ, അതൊക്കെ അവോയ്ഡ് ചെയ്യാം. പിന്നെ നമ്മൾ സക്ഷൻ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യണം? ഹൈപ്പർ ഓക്സിജനേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ സക്ഷൻ ചെയ്യാവൂ. പിന്നെന്താ? ICP മോണിറ്ററിങ് ചെയ്യുക. ICP മോണിറ്ററിൻ്റെ ടെക്നിക്സ് പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടോ? ഏതൊക്കെയായിരുന്നു? വെൻട്രിക്കുലോസ്റ്റമി ചെയ്യാം, അല്ലെങ്കിൽ സബ്ബാരക്കിനോയിഡ് ബോൾട്ട്. അപ്പോൾ ഇത്രയാണ് ഇൻക്രീസ്ഡ് ICPയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഫ്ലൂയിഡ് ഇൻടേക്കൊക്കെ ലിമിറ്റ് ചെയ്യണം കേട്ടോ. 1.2 ലിറ്റർ പെർ ഡേ കൊടുക്കാവൂ. പിന്നെ വേറെന്താ? ഫ്ലൂയിഡ് ഇൻടേക്കൊക്കെ ലിമിറ്റ് ചെയ്യുക. ഇൻടേക്ക് ഔട്ട്പുട്ട് ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവിൽ നമ്മൾ പേഷ്യൻറ്റിനെ സുപ്പൈൻ പൊസിഷനിൽ വേണം കിടത്താൻ. ഫ്രം സുപ്പൈൻ പ്ലേസ് ദ പേഷ്യൻറ്റ് ഫ്രോം സുപ്പൈൻ ടു നോൺ ഓപ്പറേറ്റീവ് സൈഡിൽ വേണം കിടത്താൻ. അപ്പോൾ ഇത്രയാണ് ഇൻക്രീസ്ഡ് ICPയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ സീഷർ. സീഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബ്രെയിനിലെ ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി അത് എക്സസീവ് ആവുന്നു, സഡൻ ആവുന്നു, അബ്നോർമൽ ആവുന്നു. അബ്നോർമൽ സഡൻ എക്സസീവ് ഡിസ്ചാർജ് ഓഫ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഇൻ ദ ബ്രെയിനെയാണ് നമ്മൾ സീഷർ എന്ന് പറയുന്നത്. സിമ്പിൾ ഡെഫിനിഷൻ ഇങ്ങനെ വേണമെങ്കിൽ പറയാം. അബ്നോർമൽ സഡൻ എക്സസീവ് ഡിസ്ചാർജ് ഓഫ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഇൻ ബ്രെയിൻ. ഓക്കെ, ഇനി എപ്പിലെപ്സി എന്ന് പറയുമ്പോൾ ക്രോണിക് സീഷർ ആക്ടിവിറ്റിയാണ് എപ്പിലെപ്സി എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷൻ കാരണം അല്ലെങ്കിൽ ഒരു അണ്ടർലൈൻ കണ്ടീഷൻ കാരണം ക്രോണിക്കായിട്ട് സീഷർ കാണപ്പെടുന്ന ഒരു കുഞ്ഞിന് അല്ലെങ്കിൽ ഒരു അഡൾട്ടിന് അതിനെ എപ്പിലെപ്സി എന്ന് പറയുന്നു. ക്ലിയർ? അബ്നോർമൽ സഡൻ എക്സസീവ് ഡിസ്ചാർജ് ഓഫ് ബ്രെയിൻ ആക്ടിവിറ്റിയെ സീഷർ എന്നും, ആ ആക്ടിവിറ്റി ക്രോണിക് ആണ് എങ്കിൽ അതിനെ സീഷർ എന്നും പറയുന്നു. എപ്പിലെപ്സി എന്നും പറയുന്നു. ക്ലിയർ ആണല്ലോ? നമ്മുടെ സീഷറിൻ്റെ മെയിനായിട്ടുള്ള എറ്റിയോളജി അഡൾട്ടിൽ ഹൈപ്പോടെൻഷൻ, ഹൈപ്പോവോളീമിയ, ഹൈപ്പോനട്രീമിയ, ഹൈപ്പർനട്രീമിയ, ഹൈപ്പോക്സിയ, ഹൈപ്പോഗ്ലൈസീമിയ, പിന്നെ ട്രോമ, ട്യൂമർ, ഇൻഫെക്ഷൻ, സബ്സ്റ്റൻസ് വിഡ്രോവൽ, ഇങ്ങനെ ഒത്തിരി റീസൺ കാരണം സീഷർ ഉണ്ടാവാം. നമുക്ക് സീഷറിൻ്റെ മെയിനായിട്ട് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഫോക്കൽ അല്ലെങ്കിൽ പാർഷ്യൽ സീഷർ ഒന്ന്, രണ്ടാമത്തെ ജനറൽ സീഷർ. ഫോക്കൽ അല്ലെങ്കിൽ പാർഷ്യൽ സീഷർ അല്ലെങ്കിൽ ജനറൽ സീഷർ എന്നും രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിൽ പാർഷ്യൽ സീഷർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് പാർഷ്യൽ സീഷർ. സിമ്പിൾ പാർഷ്യൽ സീഷറുണ്ട്, കോംപ്ലക്സ് പാർഷ്യൽ സീഷറുണ്ട്. നമ്മുടെ ഫോക്കൽ അല്ലെങ്കിൽ പാർഷ്യൽ സീഷർ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പാർട്ടിൽ മാത്രം എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ഉള്ളൂ. ഓക്കെ, ഒരു സ്ഥലത്ത് മാത്രം. പക്ഷെ ജനറലിൽ നമ്മുടെ ഒരു സ്ഥലത്ത് നിന്ന് ഇതെന്ത് ചെയ്യും? ബ്രെയിനിൻ്റെ എല്ലാ ഭാഗത്തിലോട്ടും സ്പ്രെഡ് ചെയ്യും. ആ അബ്നോർമലായിട്ടുള്ള ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഒരു പാർട്ടിൽ തുടങ്ങിയിട്ട് എല്ലാ പാർട്ടിലോട്ടും സ്പ്രെഡ് ആവുന്നതിനും ജനറൽ എന്നും, ഒരു പാർട്ടിലൊരു ഇഷ്യൂ വന്നു അവിടെ കുറച്ച് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി അബ്നോർമലായി അതങ്ങ് മാറുന്നു. അതിനെയാണ് ഫോക്കൽ അല്ലെങ്കിൽ പാർഷ്യൽ സീഷർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി ജനറൽ സീഷർ ഞാനുണ്ടെന്ന് പറഞ്ഞു. ജനറൽ സീഷറിൻ്റെ ടൈപ്പാണ് ആബ്സെൻറ്റ് സീഷർ, മയോക്ലോണിക്, ടോണിക് ക്ലോണിക്, അറ്റോണിക് സീഷർ.
പാർഷ്യൽ സീഷർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, സിമ്പിൾ ആൻഡ് കോംപ്ലക്സ്. ജനറൽ സീഷർ ആബ്സെൻറ്റ്, മയോക്ലോണിക്, ടോണിക് ക്ലോണിക് സീഷർ, അറ്റോണിക് സീഷർ എന്നിങ്ങനെ ക്ലാസിഫിക്കേഷൻ. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അതിൻ്റെ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന്, അതിലെന്താ സംഭവിക്കുന്നതെന്ന് പഠിക്കാം. ഫസ്റ്റ് വൺ, സിമ്പിൾ പാർഷ്യൽ സീഷർ. സിമ്പിൾ പാർഷ്യൽ സീഷർ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ കോൺഷ്യസ്നെസ്സിന് ഒരു പ്രശ്നമില്ല. ചില മോട്ടോർ അല്ലെങ്കിൽ സെൻസറി സിംറ്റം ലൈക്ക് ആം ജെർക്കിങ്, നമ്മുടെ കൈ ഇങ്ങനെ വിറയ്ക്കത്തില്ല, അല്ലെങ്കിൽ ഒരു ബോഡി പാർട്ടിൽ മാത്രമായിരിക്കും ഒരു സിംറ്റം ഉണ്ടാവുക. പാർഷ്യൽ സീഷറിൽ, അതായത് സിമ്പിൾ പാർഷ്യൽ സീഷറിൽ സെൻസറി ആൻഡ് മോട്ടോർ സിംറ്റംസ് ലൈക്ക് ആം ജെർക്കിങ് ആൻഡ് ഇറ്റ്സ് കൺഫൈൻഡ് ടു ദ പർട്ടിക്കുലർ ബോഡി പാർട്ട്. ഒരു പർട്ടിക്കുലറായിട്ടൊരു ബോഡി പാർട്ടിൽ വരുന്നതിനെയാണ് സിമ്പിൾ പാർഷ്യൽ സീഷർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ കോൺഷ്യസ്നെസ് നഷ്ടപ്പെടുന്നില്ല. ഓക്കെ. പക്ഷേ കോംപ്ലക്സ് പാർഷ്യൽ സീഷറിൽ നമ്മുടെ കോൺഷ്യസ്നെസ് നഷ്ടപ്പെടും. അതുപോലെ തന്നെ ടെമ്പറൽ ലോബിലായിരിക്കും കോമൺ ആയിട്ട് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. കോംപ്ലക്സ് പാർഷ്യൽ സീഷർ കോമൺ ആയിട്ട് വരുന്ന ടെമ്പറൽ ലോബിലായിരിക്കും നമ്മുടെ കോൺഷ്യസ്നെസ് നഷ്ടപ്പെടും. നമ്മുടെ സിമ്പിൾ പാർഷ്യൽ സീഷറിന് വേറൊരു പേരുണ്ട് കേട്ടോ, ജാക്സോണിയൻ മാർച്ച്. സിമ്പിൾ പാർഷ്യൽ സീഷറിൻ്റെ മറ്റൊരു പേരാണ് ജാക്സോണിയൻ മാർച്ച്. ഓക്കെ, അപ്പോൾ രണ്ടും ക്ലിയർ ആയല്ലോ. ഒന്നുമില്ല, സിമ്പിളാണ്. പാർഷ്യൽ സീഷർ എന്ന് പറഞ്ഞാൽ ബ്രെയിനിൻ്റെ ഒരു പാർട്ടിലായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. സിമ്പിൾ പാർഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിലായിരിക്കും ചെറിയൊരു മൂവ്മെൻ്റ് ഒക്കെ കാണും, ഒരു ജെർക്കിംഗ് ഒക്കെ ആയിരിക്കും, കോൺഷ്യസ്നെസ് ഒന്നും നഷ്ടപ്പെടുന്നില്ല. പക്ഷേ കോംപ്ലക്സിൽ കോൺഷ്യസ്നെസ് നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ടെമ്പറൽ ലോബിലായിരിക്കും കോമൺ ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ഫോക്കൽ സീഷർ അല്ലെങ്കിൽ പാർഷ്യൽ സീഷറിനെ പറ്റി പറയാനുള്ളത്. ഇനി സെക്കൻഡ് വൺ, ജനറലൈസ്ഡ് സീഷർ. നമ്മുടെ ബ്രെയിനിൻ്റെ എല്ലാ ഭാഗത്തും ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, അബ്നോർമലായിട്ടുള്ള ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി സ്പ്രെഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ അതിന് പല ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഗ്രാൻഡ് മാൽ സീഷർ അല്ലെങ്കിൽ ടോണിക് ക്ലോണിക് സീഷർ. ടോണിക് ക്ലോണിക് സീഷറിൻ്റെ മറ്റൊരു പേരാണ് ഗ്രാൻഡ് മാൽ സീഷർ. ഇത് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഓറയൊക്കെ കാണുന്നൊരു ഫേസാണ് ഗ്രാൻഡ് മാൽ സീഷർ. ഇതിന് 3 ഫേസ് ഉണ്ടല്ലേ നമുക്ക്. ഫസ്റ്റ് ഒരു ഓറ വരുന്നു. ഓറ എന്ന് പറയുമ്പോൾ എന്താ, വാർണിംഗ് സൈനാണ് അല്ലേ. ഓറ എന്ന് പറയുന്നത് വാർണിംഗ് സൈനാണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയട്ടോ. അതിന് ടോണിക് ഫേസ് ഉണ്ട്, ക്ലോണിക് ഫേസ് ഉണ്ട്, പോസ്റ്റ് ഇക്ടൽ ഫേസ്. ഇങ്ങനെ 3 ഫേസാണ് നമ്മൾ സീഷറിന് പറയുന്നത്. ഫസ്റ്റ് ഓറ ഒരു ഫേസ് അല്ല, ഒരു സൈനാണല്ലേ, വാർണിംഗ് സൈൻ എന്നൊക്കെ പറയാം ഓറ. അപ്പോൾ ഓറ കാണുന്നു, ടോണിക് കാണുന്നു, ക്ലോണിക് ഫേസ് കാണുന്നു, പിന്നെ ഒരു പോസ്റ്റ് ഇക്ടൽ ഫേസ്. അപ്പോൾ ഇത്രയും കാണുന്നതിനെയാണ് ഗ്രാൻഡ് മാൽ സീഷർ അല്ലെങ്കിൽ ടോണിക് ക്ലോണിക് സീഷർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇത് ബിഗിൻസ് വിത്ത് ഓറയിൽ ബിഗിൻസ് ചെയ്യുന്നു. സെക്കൻഡ് ഫേസ് ടോണിക് ഫേസ് ആണ്. അതിലെന്ത് ചെയ്യുന്നു, നമ്മുടെ മസിൽസൊക്കെ സ്റ്റിഫ് ആവുന്നു. വിത്ത് ലോ കോൺഷ്യസ്നെസ് കുറയുന്നു. ക്ലോണിക് ഫേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജെർക്കി മൂവ്മെൻ്റ് ആണ്. നമ്മളിങ്ങനെ പേഷ്യൻ്റ് അടിക്കത്തില്ലേ കൈയൊക്കെ ഇട്ട്, അത് സംഭവിക്കുന്നത് ക്ലോണിക് ഫേസിലാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പേഷ്യൻ്റ് എന്ത് ചെയ്യും, മയങ്ങും. ഒരു കോമ ഫേസ് പോലെ എത്തും, പോസ്റ്റ് കൺവൾസീവ് കോമ. അതായത് പേഷ്യൻ്റെ കോൺഷ്യസ്നെസ് ഒക്കെ നഷ്ടപ്പെടുന്നു. അതിനെയാണ് പോസ്റ്റ് ഇക്ടൽ കോമ എന്ന് പറയുന്നത്. നമ്മുടെ ടോണിക് ക്ലോണിക് സീഷറിന് ഒരു ഓറയുണ്ട്, ടോണിക് ഫേസ് ഉണ്ട്, ക്ലോണിക് ഫേസ് ഉണ്ട്, പോസ്റ്റ് ഇക്ടൽ ഫേസ് ഉണ്ട്. നമ്മുടെ ടോണിക് ഫേസ് എന്ന് പറയുമ്പോൾ ഒരു 10 to 20 സെക്കൻഡ്സ് ആയിരിക്കും. ക്ലോണിക് ഫേസ് 30 to 40 സെക്കൻഡ്സ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ. ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് ആബ്സെൻറ്റ് സീഷർ. അതിൻ്റെ മറ്റൊരു പേരാണ് പെറ്റിറ്റ് മാൾ സീഷർ. പെറ്റിറ്റ് മാൾ സീഷർ അല്ലെങ്കിൽ ആബ്സെൻറ്റ് സീഷർ യൂഷ്വലി ചിൽഡ്രൻസിലാണ് കാണുന്നത്. എങ്ങനെയായിരിക്കും കാണുന്നത്, ചൈൽഡ് അപ്പിയർ ഡേ ഡ്രീമിങ്, അതായത് നമ്മൾ ലിപ് മോക്കിങ് അല്ലെങ്കിൽ ഐ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നു, ഐ റോൾ ചെയ്യുന്നു, മൗത്ത് ടിച്ചിങ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് മനസ്സിലാവുക. ഒരു ദിവസം തന്നെ പല തവണ ഇത് കാണും. ചിലപ്പോൾ കോൺഷ്യസ്നെസ് നഷ്ടപ്പെടും, ചിലപ്പോൾ കോൺഷ്യസ്നെസ് നഷ്ടപ്പെടത്തില്ല. EEG നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിൽ കാണുന്ന ഒരു പെക്യുലർ ഫീച്ചറാണ് സ്പൈക്ക് ആൻഡ് വേവ് പാറ്റേൺ കാണും. ആബ്സെൻറ്റ് സീഷർ ചിൽഡ്രൻസിലാണ് വരുന്നത്. ഡേ ഡ്രീമിങ് അപ്പിയറൻസ് പോലെ ആയിരിക്കും. അതായത് നമ്മൾ കണ്ണ് റോൾ ചെയ്യുന്നു, ബ്ലിങ്കിങ് ചെയ്യുന്നു, അങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ദിവസം പല തവണ വരാം. ഇത് കോൺഷ്യസ്നെസ് ചിലപ്പോൾ നഷ്ടപ്പെടും, ചിലപ്പോൾ നഷ്ടപ്പെടത്തില്ല. EEG എടുത്ത് നോക്കുമ്പോൾ സ്പൈക്ക് ആൻഡ് വേവ് പാറ്റേൺ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഇതാണ് ആബ്സെൻ്റ് അല്ലെങ്കിൽ പെറ്റിറ്റ് മാൾ സീഷർ. നെക്സ്റ്റ് വൺ മയോക്ലോണിക് സീഷർ. മയോക്ലോണിക് സീഷർ എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ട് സൈഡിലെ ബൈലാറ്ററൽ മസിൽ
ജെർക്കിങ് അല്ലെങ്കിൽ കൺട്രാക്ഷൻ ആയിരിക്കും. ചിലപ്പോൾ കോൺഷ്യസ്നെസ് പോവാം, ചിലപ്പോൾ കോൺഷ്യസ്നെസ് പോകത്തില്ല. അതാണ് മയോക്ലോണിക് സീഷർ. സിമ്പിളല്ലേ? നെക്സ്റ്റ് വൺ അറ്റോണിക് സീഷർ അല്ലെങ്കിൽ ഡ്രോപ്പ് ഔട്ട് അല്ലെങ്കിൽ ഡ്രോപ്പ് അറ്റാക്ക് എന്നൊക്കെ പറയാൻ കേട്ടോ. ഡ്രോപ്പ് അറ്റാക്ക്, എ കൈനറ്റിക് സീഷർ, അതായത് സഡൻ ലോസ്, നമ്മുടെ മസിൽ മൂവ്മെൻറ്റ് സഡൻ ആയിട്ട് ലോസാണ്, പെട്ടെന്ന് പേഷ്യൻ്റ് തറയിൽ വന്ന് വീഴും. ഇത് ഓക്കെ, സഡൻ മൊമെൻ്ററി ലോസ് ഓഫ് മസിൽ ടോൺ ആണ്. മറ്റു പേരാണ് അറ്റോണിക് എ കൈനറ്റിക് സീഷർ അല്ലെങ്കിൽ ഡ്രോപ്പ് അറ്റാക്ക്. മസിൽ ടോണൊക്കെ ലോസ് ആയിട്ട് പെട്ടെന്ന് തറയിൽ വന്ന് അങ്ങ് വീഴും. അതിനെയാണ് അറ്റോണിക് സീഷർ അല്ലെങ്കിൽ ഡ്രോപ്പ് അറ്റാക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ്. സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്ന് പറഞ്ഞ ഒരു ന്യൂറോളജിക്കൽ എമർജൻസി ആണ്. പേഷ്യൻറ്റിന് ഒരു 30 മിനിറ്റിൽ കൂടുതൽ സീഷർ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനൊരു കുഞ്ഞിനെ കണ്ടിട്ടുണ്ട്. എൻസെഫലൈറ്റിസോ മെനിഞ്ചൈറ്റിസോ ആയിരുന്നു കുഞ്ഞിന്. ഒരു 10 ഇയർ ഓൾഡ് ബോയ് ആണ്. ഇതുപോലെ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് ആയിരുന്നു. 30 മിനിറ്റ്സിൽ കൂടുതൽ, എനിക്ക് തോന്നുന്നുണ്ട് ഒരു 1 അവറോളം കുഞ്ഞിന് സീഷർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. മെഡിസിനൊക്കെ കൊടുത്തിട്ട് മാനേജ് ആവുന്നേ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു പേഷ്യൻ്റ് എനിക്ക് അറിയാം. അപ്പം നമ്മൾ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസിൻ്റെ ഡെഫിനിറ്റീവ് മാനേജ്മെൻ്റ് ആണ് IV ഡയസിപ്പാം. സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസിൻ്റെ ഡെഫിനിറ്റീവ് മാനേജ്മെൻറ്റ് ഏതാണ്? ഡയസിപ്പാം ആണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, നോക്കാം. സീഷർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഒരു അബ്നോർമൽ ആയിട്ടുള്ള സഡൻ എക്സസീവ് ഡിസ്ചാർജ്, ബ്രെയിനിലെ ആക്ടിവിറ്റി ഡിസ്ചാർജ് ആണ് സീഷർ എന്ന് പറയുന്നത്. ക്രോണിക് സീഷറിനെയാണ് എപ്പിലെപ്സി എന്ന് പറയുന്നത്. നമുക്ക് 2 തരത്തിലുണ്ട്. ഫോക്കൽ സീഷറുണ്ട്, ഫോക്കൽ അല്ലെങ്കിൽ പാർഷ്യൽ സീഷറുണ്ട്, ജനറൽ സീഷറുണ്ട്. ഇനി ഫോക്കൽ സീഷർ എന്ന് പറയുമ്പോൾ ബ്രെയിൻ്റെ ഒരു പാർട്ടിലായിരിക്കും വരുന്നത്. അതിന് എക്സാമ്പിളാണ്, അതിൻ്റെ സബ് ടൈപ്പാണ് സിമ്പിൾ പാർഷ്യൽ സീഷറും കോംപ്ലക്സ് പാർഷ്യൽ സീഷറും. ഇനി ജനറൽ സീഷർ എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മുടെ 2 ഹെമിസ്ഫിയറിലോട്ട് സ്പ്രെഡായി പോവും. അതിൻ്റെ സബ് ടൈപ്പാണ് ആബ്സെൻറ്റ്, മയോക്ലോണിക്, ടോണിക് ക്ലോണിക് സീഷർ ആൻഡ് അറ്റോണിക് സീഷർ. ഓക്കെ, ഫേസസ് ഓഫ് സീഷർ. ഫേസസ് പ്രോഡ്രോമൽ ഫേസ്, അതായത് സൈൻസ് ഓഫ് സീഷറിൻ്റെ ചെറിയ സയൻസൊക്കെ നമുക്ക് വരുന്നു. നെക്സ്റ്റ് വൺ പേഷ്യൻ്റ് എക്സ്പീരിയൻസ് ഓറ, അതാണ് ഓറൽ ഫേസ്. ഒരു സ്ട്രേഞ്ച് സ്മെൽ, ഒരു സീൻ സ്പോട്ട്, ഫീലിംഗ് ഡിസി, അങ്ങനെയുള്ള ഫീലിംഗ്. പിന്നെ ലൈറ്റൽ ഫേസ് എന്ന് പറയുമ്പോൾ ഇക്റ്റൽ ഫേസ് ഫുൾ സീഷർ ആക്ടിവിറ്റി, പോസ്റ്റ് ഇക്റ്റൽ ലെഥാർജിക്, അതായത് നമ്മൾ കോൺഷ്യസ്നെസ് ഒക്കെ പോയിട്ട് അങ്ങനെ ഒരു ഫേസ്. ഇനി ഡയഗ്നോസിസ് നമ്മൾ EG എടുത്ത് നോക്കും, അതുപോലെ തന്നെ CT MRI ചെയ്ത് നോക്കാം. ഇനി ട്രീറ്റ്മെൻറ്റ്, എമർജൻസി മാനേജ്മെൻറ്റ് എന്താണ്? നമ്മൾ സീഷർ വന്നാൽ പേഷ്യൻ്റെ എയർവേ ക്ലിയർ ചെയ്യണം, പ്രൊട്ടക്ട് പേഷ്യൻ്റ്, ഇഞ്ചുറി ഒന്നും ഉണ്ടാവാതെ സൈഡ് ലൈൻ പൊസിഷൻ കിടത്തണം. കാരണം നമ്മൾ ആസ്പിറേഷനൊക്കെ അവോയ്ഡ് ചെയ്യാൻ, ടൈറ്റൻ ക്ലോത്തിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ലൂസായി കൊടുക്കുക, സൈഡ് റീൽസ് ഒക്കെ ഇട്ട് കൊടുക്കുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റീസ്ട്രെയിൻസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, സക്ഷൻ റെഡിയാക്കി വയ്ക്കുക, സീഷർ കഴിയുന്നവരെ പേഷ്യൻ്റെ കൂടെ നിൽക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാമെന്നുള്ള കുറച്ച് കാര്യങ്ങളാണല്ലേ. റിക്കവറി പൊസിഷൻ ഏതാണ്? സൈഡ് ലൈൻ പൊസിഷനാണ്. ഓക്കെ, നമ്മുടെ സീഷറിൻ്റെ റിക്കവറി പൊസിഷൻ എന്ന് പറയുന്നത് സൈഡ് ലൈങ് പൊസിഷനാണ്. ഇത് കോമൺ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അടുത്ത് ഫാർമക്കോളജിക്കൽ തെറാപ്പി. ഫസ്റ്റ് വൺ നമ്മൾ എന്ത് ചെയ്യുന്ന, നമ്മുടെ ഫസ്റ്റ് അറിയേണ്ട ഒരു കാര്യമാണ് നെവർ വിഡ്രോ ആൻറ്റി സീഷർ ഡ്രഗ് അബ്രപ്റ്റ്ലി. പെട്ടെന്നൊരു ദിവസം ആൻറ്റി സീഷർ ഡ്രഗ് നിർത്താൻ പാടില്ല. ഫസ്റ്റ് വൺ എപ്റ്റോയിൻ. എപ്റ്റോയിൻ്റെ തെറാപ്പറ്റിക് ലെവൽ എന്ന് പറയുന്നത് 10 to 20 മൈക്രോഗ്രാം പെർ ml ആണ്. ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സൈഡ് ഇഫക്റ്റ് ജിഞ്ചുവൽ ഹൈപ്പർപ്ലേഷ്യ ആൻഡ് ബ്ലഡ് ഡിസ്കാരിയാസിസ്. ഇത് രണ്ടും ഈ സൈഡ് എഫക്റ്റും തെറാപ്യൂട്ടിക് ലെവലും ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അടുത്ത് കാർബമിസിപ്പിൻ. കാർബമിസിപ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ഓർത്തിരിക്കേണ്ടത്, ഡു നോട്ട് ടേക്ക് വിത്ത് ഗ്രേപ്സ് ഫ്രൂട്ട്, ഗ്രേപ്പ് ജ്യൂസിൻ്റെ കൂടെയൊന്നും നമ്മുടെ കാർബമിസിപ്പിൻ കൊടുക്കാൻ പാടില്ല. ഓക്കെ, പിന്നെ പറയാനുള്ളത് ബെൻസോഡൈസിപ്പിനാണ്. നമ്മൾ ആക്റ്റീവ് സീഷർ ഉണ്ടെങ്കിൽ ബെൻസോഡൈസിപ്പിൻസ് കൊടുക്കുക. അതുപോലെ തന്നെ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസിന് നമ്മൾ എമർജൻസി മാനേജ്മെൻറ്റിന് കൊടുക്കുന്നത് ബെൻസോഡൈസിപ്പിൻസിനാണ്. പിന്നെ പറയാനുള്ളത് ഫീനോബാർബിറ്റോൾ. ഇതിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാണ്, അപ്പം ഞാനത് കൂടുതൽ പറയുന്നില്ല. പിന്നെ പറയേണ്ട ഒരു കാര്യം, നമ്മുടെ കീറ്റോജനിക് ഡയറ്റ് ഉണ്ട്. നമ്മുടെ കൺട്രോൾ സീഷർ ഫോളോയിങ് ഓറ. നമ്മുടെ സീഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയറ്റാണ് ഏതാണ്? കീറ്റോജനിക് ഡയറ്റ്. പിന്നെ നമ്മൾ സീഷറുള്ള പേഷ്യൻസിന് തൈമിൻ കൊടുക്കുക, അതായത് വൈറ്റമിൻ B1 കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്?
ന്യൂറോണൽ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റമിൻ B1 അല്ലെങ്കിൽ തൈമിൻ കൊടുക്കും. ഓക്കെ, ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. കീറ്റോജനിക് ഡയറ്റ് ആർക്കാണ്, എങ്ങനെയുള്ള പേഷ്യൻ്റാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ സീഷറുള്ള പേഷ്യൻ്റാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ B1 നമ്മൾ ന്യൂറോണൽ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ കൊടുക്കും. വൈറ്റമിൻ B1 തൈമിൻ കൊടുക്കും. അപ്പോൾ ക്ലിയർ ആയല്ലോ. കുറച്ച് എനിക്ക് തോന്നുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇനി എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ടെമ്പറൽ ലോബിലാണ് കൂടുതൽ സീഷർ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സർജിക്കൽ മാനേജ്മെൻ്റ് ആയിട്ട് ടെമ്പറൽ ലോബക്ടമി ചെയ്യും കേട്ടോ. ആൻറ്റീരിയർ ടെമ്പറൽ ലോബക്ടമി ചെയ്യാറുണ്ട്. പിന്നെ ട്യൂമറൊക്കെ കാണുവാണെങ്കിൽ നമ്മൾ ട്യൂമറൊക്കെ എക്സിഷൻ ചെയ്യും. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ സീഷർ. അപ്പോൾ ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഈ 2 കണ്ടീഷനാണ് പറയുന്നത്, നമ്മുടെ ഇൻക്രീസ്ഡ് ഇൻട്രാക്രൈനിയൽ പ്രഷറും സീഷറും. അപ്പോൾ 2 ടോപ്പിക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിന് വേണ്ടിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോ ഞാൻ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ